ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഒരു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ സമ്മർ ഹെയർ ഗ്രോത്ത് ചലഞ്ചിലെ ഡേ 3 ആണ് കേട്ടോ. ആദ്യത്തെ ദിവസം നമ്മൾ നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പും മുടിയൊക്കെ ക്ലീൻ ചെയ്തു. ഷാമ്പൂ ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്തത്. അപ്പോൾ ആ ഒരു ഡ്രൈനെസ് എന്തായാലും നമ്മുടെ മുടിയിലുണ്ടാവും. അതുകൊണ്ട് ആ ഒരു ഡ്രൈനെസ് മാറ്റിയിട്ട് നമ്മൾ നോർമലായിട്ട് സാധാരണ നമ്മുടെ മുടി കുറച്ച് സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള പാക്കാണ് കേട്ടോ ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ചെമ്പരത്തിയുടെ ഇലയാണ്. നമുക്ക് എത്രത്തോളം കിട്ടും അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ചെമ്പരത്തിയുടെ ഇല നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ മുടിയുടെ ടെക്സ്ചറൊക്കെ നന്നായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടും മുടി നന്നായിട്ട് സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ട് ഇരിക്കാനായിട്ട് സഹായിക്കും. ഇനി അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് തേങ്ങ ചിരവിയതാണ്. അപ്പോൾ ഒരു 4-5 ടേബിൾ സ്പൂൺ മാത്രം മതി, അതിന് കൂടുതലായിട്ട് നമുക്ക് ആവശ്യമില്ല. ഇനി ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് നമുക്ക് വേണ്ടത് കഞ്ഞിവെള്ളമാണ്. തലേ ദിവസത്തെ ഉപ്പിടാത്ത കഞ്ഞിവെള്ളം എടുക്കാം കേട്ടോ. അതേപോലെ തന്നെ ഏതരിയുടെ കഞ്ഞിവെള്ളം വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഇതേപോലെ മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്പരത്തിയുടെ ഇലയും അതേപോലെ തന്നെ തേങ്ങ ചിരവിയതും കൂടി ചേർത്തെടുക്കുക. ആവശ്യത്തിനുള്ള കഞ്ഞിവെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഇതിനൊന്ന് അരച്ചെടുക്കാം. കുറച്ചൊന്ന് ലൂസായിട്ട് അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഈ ഒരു പരുവത്തിൽ വേണ്ട അരച്ചെടുക്കാനായിട്ട് കുറച്ചൊന്ന് ലൂസായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് ഇതേപോലെ ഒരു പാത്രം വയ്ക്കുക. അതിലേക്ക് നല്ല വൃത്തിയുള്ളൊരു തുണി വിരിച്ചെടുക്കാം. എന്നിട്ട് ഈ ഒരു പാക്ക് നമുക്ക് അതിലേക്കൊന്ന് ഒഴിച്ചെടുക്കാം. നന്നായിട്ട് തന്നെ ഇതിനെ നമുക്കൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുക്കാതെ ഏതൊരു പാക്കായാലും നമ്മൾ നമ്മുടെ സ്കാൽപ്പിലോ മുടിയിലോ ഒന്നും അപ്ലൈ ചെയ്ത് കൊടുക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ധാരാളമായിട്ട് പൊടിയും അതേപോലെ തന്നെ അരയാത്ത പീസൊക്കെ ഉണ്ടാവും. അത് നമ്മുടെ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ അത് അവിടെ കഴുകണ സമയത്ത് പോവാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് താരൻ അതേപോലെ തന്നെ ചൊറിച്ചിൽ അങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരും. അത് കാരണം തന്നെ കുറേയധികം നമ്മുടെ മുടി കൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ അരിച്ചിട്ട് മാത്രം നിങ്ങൾ ഏതൊരു പാക്കായാലും തലയിൽ തേച്ച് കൊടുക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക. നന്നായിട്ട് തന്നെ നമ്മളുടെ പാക്ക് ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു പാക്ക് എങ്ങനെയാണ് നമ്മുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് നോക്കാം. എപ്പോഴും പറയുന്ന പോലെ ആദ്യം തന്നെ മുടിയിലെ ജടയൊക്കെ നന്നായിട്ട് കളയാം. മുടി ജട കളയാനായിട്ട് എപ്പോഴും ഇതേപോലെ പല്ലകളുള്ള ചീർപ്പ് ഉപയോഗിക്കുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത്. ഇനി ഈ ഒരു പാക്ക് നമ്മൾ ഇതേപോലെ സ്കാൽപ്പ് ഓരോ സെക്ഷൻ ആക്കിയിട്ട് എടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ നമ്മുടെ സ്കാൽപ്പിലും മുടിയുടെ ലെങ്ത്തിലും തേച്ച് പിടിപ്പിക്കുക. ഈ ഒരു പാക്ക് നമ്മുടെ മുടിയിൽ ഉണ്ടാകുന്ന ഡ്രൈനെസ് ഒക്കെ നന്നായിട്ട് തന്നെ കുറയ്ക്കാനും അതേപോലെ തന്നെ മുടിയുടെ ടെക്സ്ചറൊക്കെ നന്നായിട്ട് മാറ്റാനായിട്ട് സഹായിക്കുന്ന ഒരു പാക്കാണിത്. തേങ്ങയായാലും നമ്മുടെ മുടിക്ക് നല്ലൊരു മോയ്സ്ചർ നൽകാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ട് ഇരിക്കാനൊക്കെ ആയിട്ട് സഹായിക്കും. ഇനി ഇതിൽ ചേർത്തിട്ടുള്ള കഞ്ഞിവെള്ളം ആയാലും നമ്മുടെ മുടി വളർച്ചയൊക്കെ പെട്ടെന്ന് കൂടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നുകൂടിയാണ്. ഭയങ്കരമായിട്ട് ഡ്രൈ ഹെയർ ആയിട്ടുള്ളവരാണ്, അതേപോലെ തന്നെ ഡ്രൈ ഹെയർ ആയിട്ട് നമ്മുടെ മുടിയൊക്കെ പൊട്ടിപ്പോകുന്ന പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് മാത്രം ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ ആ ഫ്രിസ്നെസ് അതേപോലെ ഡ്രൈനെസ് കുറയ്ക്കാൻ പറ്റുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മുടെ സ്പ്ലിറ്റൻസ് കുറയ്ക്കാൻ പറ്റുക, മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നമുണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് സാധിക്കും. നമ്മുടെ മുടിയുടെ ടെക്സ്ചറൊക്കെ നന്നായിട്ട് മാറ്റാനായിട്ട് സഹായിക്കുന്ന ഒരു നല്ലൊരു പാക്കാണിത്. ഈ ഒരു പാക്കിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി ഭയങ്കര ചകിരി പോലെ ആയിട്ടിരിക്കുക അല്ലെങ്കിൽ പരുപരുത്തതായിട്ടുള്ള മുടിയാണെന്നുണ്ടെങ്കിൽ നല്ല സ്മൂത്ത് ആൻഡ് ഷൈനി ആക്കിയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു പാക്ക് കൂടിയാണിത്. ഇനി എല്ലായിടത്തും നന്നായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം ഒരു അരമണിക്കൂർ വയ്ക്കുക. അതിനുശേഷം നമുക്ക് സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാവുന്നതാണ്. കഴുകിക്കളഞ്ഞതിന് ശേഷമുള്ള റിസൾട്ടാണ് കേട്ടോ ഇത്. നന്നായിട്ട് തന്നെ നമ്മുടെ മുടി സോഫ്റ്റായിട്ട് കിടക്കുന്നുണ്ട്. നല്ലൊരു മോയ്സ്ചർ കണ്ടൻറ്റൊക്കെ നമ്മുടെ മുടിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു പാക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. അതേപോലെ തന്നെ ഈ ഒരു പാക്ക് യൂസ് ചെയ്തതിൻ്റെ ഫീഡ്ബാക്ക് ഇതിൻ്റെ താഴെയായിട്ടൊന്ന് കമൻറ്റും കൂടി ചെയ്യാം. നമ്മുടെ മുടിയിലെ ഡ്രൈനെസ് ഒക്കെ നന്നായിട്ട് മാറ്റാൻ സഹായിക്കുന്ന ഒരു പാക്കാണിത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.